ഹായ് ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ രാമേട്ടൻ കൊണ്ടുവന്ന ജ്യൂസൊക്കെ വലിച്ചെറിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല, നിന്നിൽ നിന്നൊന്നും കേൾക്കാനുമില്ല. ജസ്റ്റ് ലീവ് മീ അലോൺ. മിസ് ശ്രുതികുമാരി ലക്ഷ്മിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? എനിക്ക് നിന്നെ കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ല, സോ പ്ലീസ് എന്ന് പറയുമ്പോൾ, സാറ് വിഷമിക്കേണ്ട, എനിക്ക് സാറിനെ കാണാനുള്ള അതിയായ മോഹം കൊണ്ടൊന്നും വന്നതല്ല. എനിക്കും സാറിനെ കാണാനോ സംസാരിക്കാനോ തീരെ താല്പര്യമില്ല. എന്നിട്ടും ഞാൻ ഇവിടേക്ക് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ, അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് പിടിക്കാട്ടോ ശ്രുതിയെ. മര്യാദയിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെങ്കിൽ അല്ലാതെയും മനസ്സിലാക്കി തരാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ തള്ളാണേ. ശ്രുതിയുടെ കൈയാണെങ്കിൽ രാമേട്ടൻ കൊണ്ടുവച്ച ഗ്ലാസ് കഷ്ണങ്ങളിൽ തട്ടിയിട്ട് മുറിയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, ഒഴിവാക്കി വിട്ടാൽ ഒഴിയണം, അല്ലാതെ വീണ്ടും കടിച്ചു തൂങ്ങാൻ വന്നാൽ ഒക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് വല്ലാണ്ട് വിഷമമായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അശ്വിനാണെങ്കിൽ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതിയെ പെട്ടെന്ന് കാണുന്നുമില്ല. അങ്ങനെ ശ്രുതി ഇറങ്ങി പോകുമ്പോൾ അഞ്ജലി കാണാണ്. ശ്രുതി എവിടെയായിരുന്നു? കുഞ്ഞൻ്റെ റൂമിലായിരുന്നോ? അതേ, വീട്ടിലേക്ക് പോകുന്ന വഴി അമ്പലത്തിൽ കൂടി കയറണം, മുത്തശ്ശിയോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, എന്താ നിന്റെ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുപോകാത്തത്? ഇവിടെ നിൽക്കുക, ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി എടുത്തു കൊടുക്കുമ്പോൾ ശ്രുതി അതും കൊണ്ട് പോവാണേ. അത് നോക്കി നിന്ന് നമ്മുടെ അശ്വിൻ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശ്രുതി ഗേറ്റ് കടന്ന് പോകുന്നത് വരെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അശ്വിന് ശ്രുതി തന്നെ വിട്ട് പോയല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക സമയത്താണ് ആ കുപ്പി കഷ്ണങ്ങൾ കാണുന്നതും അതിൽ രക്തം പുരണ്ട് നിൽക്കുന്നതൊക്കെ കാണുന്നത്. അങ്ങനെ ശ്രുതി അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭഗവതി, അയാളുടെ മുന്നിലേക്കോ അയാളുടെ വീട്ടിലേക്കോ ഇനി ഒരിക്കലും എന്നെ പറഞ്ഞയക്കല്ലേ. ഇതെൻ്റെ ഒരു അപേക്ഷയാണ് ദേവി, ഇങ്ങനെ ഒരു ഭാരവുമായിട്ട് നടക്കാൻ എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ വന്നിട്ടുള്ള ഒരു ഫീലിംഗ് ശ്രുതിക്ക് അനുഭവപ്പെടുകയാണ്. എന്നിട്ട് ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിനെ അവിടെ കാണുന്നുണ്ട്. ശ്രുതി അശ്വിനെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ അങ്ങ് മുന്നിൽ കൂടെ പോകുമ്പോൾ ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിക്കുക കേട്ടോ. എന്നിട്ട് ആ കൈ അങ്ങനെ വിടാതെ പിടിച്ച് നിൽക്കുമ്പോൾ, നിങ്ങൾ എന്ത് ഭാവിച്ച മിസ്റ്റർ? നിങ്ങൾ ഈ കാണിക്കുന്നതൊന്നും ഒട്ടും ശരിയല്ല. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്കെന്താ? നിങ്ങളും ഞാനും തമ്മിൽ അതിന് യാതൊരു ബന്ധവുമില്ലല്ലോ. നിങ്ങളുടെ ആജ്ഞ അനുസരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറയണേ. എന്നിട്ട് ശ്രുതി അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കുറേ കൈ വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അശ്വിൻ കൈ വിടാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. തുടർന്ന് നമ്മുടെ അമ്മായിയും പ്രമീളയും ജോത്സ്യനെ കണ്ടുവരികയാണ്. ശ്യാം പറയുന്നുണ്ട്, നിങ്ങളെത്തിയോ? അച്ഛന് മരുന്ന് കൊടുക്കാൻ ഉറങ്ങാൻ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇവിടെ ശ്യാമോനുള്ള ധൈര്യത്തിലല്ലേ ഞങ്ങൾ ഈ പോയത്? ജോത്സ്യൻ എന്തു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, അയാൾ ഞങ്ങൾ വരാൻ കാത്തിരുന്നത് പോലെയായിരുന്നു. നിശ്ചയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും എന്തിനാ ഇനി വെച്ച് താമസിക്കുന്നത്? അതിൻ്റെ സമയം കഴിയാറായല്ലോ, അസ്തമയത്തിന് മുന്നേ തന്നെ നിശ്ചയം നടത്തിയ അത്രയും നല്ലത് എന്നാണ് അയാൾ പറയുന്നത്. പറയുമ്പോൾ ശ്യാം ചോദിക്കുന്നുണ്ട്, ഇന്നോ? അതെങ്ങനെ നടക്കും അമ്മായി? അതൊക്കെ നടക്കും. എന്തായാലും കല്യാണം ഇപ്പോൾ എടുത്തുണ്ടാവുമല്ലോ, നിശ്ചയം നമ്മൾ മാത്രം മതി. ഇതിനെ വെറുതെ വലിയ ചടങ്ങായിട്ട് നടക്കുന്നത്? 2 മോതിരങ്ങൾ തമ്മിൽ മാറ്റാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കാട്ടോ. എന്നാലും അതമ്മായി എന്നൊക്കെ വെറുതെ ശ്യാം ഇങ്ങനെ പറയുന്നുണ്ട്. ശ്യാമോന് അസൗകര്യമൊന്നുമില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? എന്തായാലും ഏട്ടൻ്റെ മുൻപിൽ നിന്ന് 2 പേരും മോതിര കൈമാറ്റം നടത്തണം. അതിനുവേണ്ടി ശ്രുതിയെ വേഗം വിളിക്കുക എന്ന് പറയാൻ കേട്ടോ പ്രമീളയോട്. അപ്പോൾ പ്രമീള വിളിക്കുമ്പോൾ ഫോണൊന്നും കിട്ടുന്നില്ല. അമ്മായി ഇങ്ങനെ നിർബന്ധിക്കുകയാണ് കേട്ടോ, ശ്രുതിയെ പെട്ടെന്ന് വിളിക്കണം, അല്ലെങ്കിൽ നിശ്ചയത്തിൻ്റെ സമയം തെറ്റും. ഒന്ന് ആ ജോത്സ്യനെ വിളിച്ചിട്ട് പറഞ്ഞ സമയം കഴിഞ്ഞാലും നിശ്ചയം നടത്തിയാൽ പോരെ എന്നൊക്കെ ചോദിക്കട്ടെ എന്നൊക്കെ ബേജാറായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ശ്യാം പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല അമ്മായി, നമുക്ക് ശ്രുതിയെ വെയിറ്റ് ചെയ്യാലോ, സമയമുണ്ടല്ലോ എന്നൊക്കെ പറയണേ. തുടർന്ന് അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ കയ്യിൽ വരുന്ന ആ രക്തമൊക്കെ ടവലെടുത്തിട്ട് തുടച്ച് മാറ്റാൻ കേട്ടോ. ഈ മിസ്റ്റർ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി. ഇതൊക്കെ തുടച്ചു മാറ്റിയിട്ട് ബാൻഡേജ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പൂജാരി വിളിക്കുന്നുണ്ട്, പ്രസാദം എന്ന് പറഞ്ഞിട്ട്. അത് ശ്രുതി പോയി വാങ്ങുന്നുണ്ട്. അപ്പോൾ പൂജാരി ഒരു പ്രസാദം കൂടെ കൊടുത്തിട്ട് ഇത് അയാൾക്ക് കൂടി കൊടുത്തേക്ക് എന്ന് പറയണേ. അപ്പോൾ ശ്രുതി നെറ്റിയിൽ കുറിയൊക്കെ തൊട്ടിട്ട് അശ്വിന് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് വേണ്ട, ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല, എനിക്ക് ദൈവത്തെ തന്നെ വിശ്വാസമില്ല, എൻ്റെ ദൈവം ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ, ഇത് നിങ്ങളുടെ അഹങ്കാരമാണ്. നിങ്ങളുടെ മുൻപിൽ ഒരാൾ വലിയവനല്ല എന്നുള്ള വിചാരം തെറ്റാണെന്ന് നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരും, അധികം വൈകാതെ തന്നെ. മിസ് ശ്രുതികുമാരി ലക്ഷ്മി, ഞാനൊരു തീരുമാനം എടുത്താൽ അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ അത് തിരുത്തും. അങ്ങനെ ഒരു തെറ്റായ തീരുമാനം എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി, അത് ഞാൻ തിരുത്തുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ശ്രുതികുമാരി ലക്ഷ്മി എന്നൊരു ആളില്ല എന്ന് പറയാം കേട്ടോ നമ്മുടെ അശ്വിൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക്